അല്ലേട്ടാ ഞാൻ ആലോചിക്കായിരുന്നേ, ജോലിക്ക് പോകുന്നതിന് മുമ്പ് ഒരു കടം ഉണ്ടായിരുന്നില്ല. ഇപ്പൊ 2 മാസം ആകുമ്പോഴത്തേക്കും 4500 രൂപ കടമായിരിക്കുന്നത്. ഈ 4500 ഒരു കടമാണോ സന്ധ്യ? ഈ കടന്ന് പറയുന്നതേ ഈ ജോലിന്റെ ഒരു ഭാഗമാണ്. അല്ല, നാളെയല്ലേ സാലറി കിട്ടുന്നത്? അതന്നെ ഇപ്പൊ കണക്കാക്കിക്കൊണ്ടിരിക്കുന്നു. എന്നാ നീ ഒരു കാര്യം ചെയ്യ്, എന്തായാലും ഇപ്പൊ തിരക്കൊന്നും ഇല്ലല്ലോ, ഒരു 2 ദിവസം അടുപ്പിച്ച് ലീവ് അങ്ങ് പറ. നീ അന്ന് കക്കാടം പോയി റിസോർട്ടിൽ പോകണം പറഞ്ഞിട്ട് പോകാൻ പറ്റില്ലല്ലോ എന്റെ പൈസയിലായിട്ട്. അന്ന് വലിയ പ്രശ്നമായിരുന്നല്ലോ ഇവിടെ. അപ്പൊ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ വിളിച്ചിട്ടേ ഒരു നല്ല അടിപൊളി പൂൾ റിസോർട്ട് സെറ്റ് ആക്കിയിട്ടുണ്ട്. അടിപൊളി സംഭവം കേട്ടോ, സൂപ്പർ. ഞാൻ കാണിച്ചു ഫോട്ടോ. അങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് മറ്റന്നാൾ രാവിലെ വിട്ടിട്ടേ പിറ്റേ ദിവസം വരാം. കക്കാടം പോയല്ലോ. റിസോർട്ടിന് എത്ര ചാർജ്? റിസോർട്ടിനൊരു 500-500 പറയുന്നത്. പക്ഷെ അത് സാരല്ല, എന്റെ ഫ്രണ്ടിനെ ഓണർന്ന് അറിയുന്ന ഒരു 4-4 ഒപ്പിക്കാം. പിന്നെ അവിടുത്തെ ഫുഡ് ട്രാവൽ എക്സ്പെൻസ് ഒക്കെ കൂടി ഒരു 6500 2 ദിവസത്തെ പരിപാടി. 6500? ഏട്ടാ എന്തേ പറയുന്നത്? 30 ദിവസം കഷ്ടപ്പെട്ടാല് 12000 കിട്ടൂ. അയ്യോ, 1 രൂപ ചെലവാക്കിയ നെഞ്ചു പൊട്ടും. അപ്പൊ ഈ റിസോർട്ടിൽ 6500 കൊടുത്താൽ പിന്നെ ഉറക്കവും കൂടി ഉണ്ടാവില്ല എനിക്ക്. അല്ലടോ, ഈ ജോലി കിട്ടുന്നതിന് മുമ്പ് ഇത് ഇങ്ങനൊന്നും അല്ലല്ലോ പറഞ്ഞേ. ആക്ച്വലി ഒരു സിനിമ, പുറത്തുള്ള ഫുഡ്, ബീച്ച്, മാസ്റ്റർ ഒരു ലോങ് ട്രിപ്പ്, അത് എനിക്ക് ഒറ്റയ്ക്ക് ശമ്പളമുള്ളപ്പോ. ഇപ്പൊ നിനക്കും കൂടി ജോലിയില്ലേ? സത്യമായിട്ടാ, അന്നേരം ഒന്നും എനിക്ക് പൈസന്റെ വില അറിയില്ലായിരുന്നു. ഇപ്പൊ 1 മാസം സാലറി കിട്ടണമെങ്കിലേ ബോസിന്റെയും മാനേജറിന്റെയും സൂപ്പർവൈസറിന്റെയും കസ്റ്റമറിന്റെ ഒക്കെ വാരിക്കണം മുഴുവൻ കേൾക്കണം. ആ പൈസ ഇങ്ങനെ അനാവശ്യമായിട്ട് ചെലവാക്കാന്ന് പറയുമ്പോ പറ്റുന്നില്ല ഏട്ടാ. ഇപ്പൊ 2 മാസമായിട്ട് ഞാനൊരു ചെരുപ്പ് പോലും വാങ്ങിച്ചിട്ടില്ല. എന്റെ സന്ധ്യയെ, മറ്റൊരാളുടെ പോക്കറ്റിൽ നിന്ന് 1 രൂപ നമ്മുടെ കയ്യിലേക്ക് കിട്ടണമെന്നുണ്ടല്ലോ ഒരുപാട് കഷ്ടപ്പെടണം. രാവിലെ മുതൽ രാത്രി വരെ മറ്റുള്ളവരുടെ ആട്ടും തുപ്പും കേട്ടിട്ടാണ് ഓരോ ഭർത്താക്കന്മാരും വീട്ടിലേക്ക് കയറി വരിക. അപ്പൊ നിങ്ങൾ ഭാര്യമാർ എന്താ ചെയ്യുക? അത് കിട്ടിയില്ല, ചെരുപ്പ് വേണം, ചുരിദാർ വേണം, ആ പൈസക്ക് വേണം, ഇത്ര വേണം പറഞ്ഞിട്ട് ഒരു സ്വൈര്യം തരണുണ്ടോ? അത് മാത്രം മതിയോ? വീട്ടിൽ ചിലപ്പോൾ നോക്കണ്ടേ, ഹോസ്പിറ്റൽ ബില്ല് നോക്കണ്ടേ, ടെൻഷൻ ആയിരിക്കും, ഒരു മനസ്സമാധാനം ഉണ്ടാവില്ല. അതിനിടയ്ക്ക് മറ്റുള്ളവരുടെ ഭർത്താവ് അവളെ അങ്ങോട്ട് കൊണ്ടുപോയി ഇങ്ങോട്ട് കൊണ്ടുപോയി എന്നൊക്കെ പറയില്ലേ, അവർക്ക് അതിനുള്ള ജോലി വരുമാനമൊക്കെ ഉണ്ടാവും. എനിക്ക് ആ കൂടെ 30,000 വരുമാനമുള്ളൂ. അതുകൊണ്ട് എല്ലാം ഒറ്റയ്ക്ക് നോക്കണം. എന്തായാലും ഈ പൈസന്റെ വില മനസ്സിലാക്കാൻ വേണ്ടി തന്നെയാ നിന്നെ ജോലിക്ക് പറഞ്ഞത്. 2 മാസം കൊണ്ട് നീ പഠിച്ചല്ലോ. സത്യം പറഞ്ഞ എന്നെ പോലുള്ള ഭാര്യമാര് ഇതൊന്നും മനസ്സിലാക്കാനിട്ടാ ഓരോരോ വീടുകളും പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. എന്നിട്ട് കുറ്റം മുഴുവൻ ഭർത്താക്കന്മാർക്കും. സോറി ഏട്ടാ.